ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാൻ. ആവോലി മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 700 ഗ്രാം. ചുവന്നുള്ളി ഒരു 9 എണ്ണം കട്ട് ചെയ്തത്, ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, തക്കാളി ഒരെണ്ണം, വെളുത്തുള്ളി 4 ഇല്ലി, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില, പുളിവെള്ളം, തേങ്ങയുടെ 1/4 പാലും 2/2 പാലും, താളിക്കാനുള്ള ചുവന്നുള്ളി 4 എണ്ണം, കറിവേപ്പില, 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിന്റെ പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇനി ചട്ടി ചൂടായതിനു ശേഷം അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. അതിലോട്ട് ഉലുവയൂടെ ചേർത്തി ഉലുവ പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് ചുവന്നുള്ളിയുടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പൂടെ ചേർത്തി എളുപ്പം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഇനി അതിലോട്ട് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയുടെ ചേർത്തി കൊടുക്കാം. അതും ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലോട്ട് കറിവേപ്പിലയുടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളിയുടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ തക്കാളി ഉള്ളിയെല്ലാം നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടി. ഇനി അതിലോട്ട് മസാലകൾ ചേർത്തി കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് പച്ചമണം പോണ വരക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. ഇപ്പൊ പച്ചമണം എല്ലാം പോയി. അതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു നെല്ലിക്കന്റെ വലിപ്പത്തിൽ പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒന്ന് ചെറുതായി ഒന്ന് തിള വരട്ടെ. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ ചേർക്കാം. ഇപ്പോ ചെറുതായിട്ടൊന്ന് തിള വന്നു. ഇനി അതിലോട്ട് തേങ്ങയുടെ 2/2 പാലൂടെ ചേർത്തി കൊടുക്കാം. എല്ലാം ചേർത്തി കൊടുത്തു. ഇനി ഒന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. തിളച്ചു പോണത് ശ്രദ്ധിക്കണം ഒന്ന്. ഇപ്പോ തിള എല്ലാം വന്നു. ഇനി അതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് താഴ്ത്തി കൊടുക്കാം. ഇപ്പോൾ നല്ല പോലെ തിളച്ചു. ഇനി അതൊന്നൊന്ന് ചുറ്റിച്ചെടുക്കാം. കയ്യിലിട്ടിട്ട് ഇളക്കണ്ട, അപ്പം മീൻ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകും. ഇനി ഒരു 6-7 മിനിറ്റ് വേണം മീന് വെന്ത് വരാന്. മീനൊക്കെ വെന്ത് വന്നു. ഇനി അതിലോട്ട് 1/4 പാൽ ചേർത്തി കൊടുക്കാം. അത് കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല. ഇനി ഇപ്പോൾ കറിയെല്ലാം വറ്റി സെറ്റായി വന്നു. ഇനി താളിപ്പ് റെഡിയാക്കാം. ഒരു പാനിലോട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരു പിഞ്ച് ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ചുവന്നുള്ളിയുടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ വരുന്ന വരക്കും വഴറ്റി കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം, കറിവേപ്പിലയും. ഇപ്പോൾ ഉള്ളിയെല്ലാം റെഡിയായി വന്നു. ഇനി താളിപ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ കിട്ടി. ഇപ്പോൾ കറി റെഡിയായി വന്നു. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ കറി ഇവിടെ റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.